ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് എത്ര സത്യമാണ്. ജിബ്രീലിനെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കാണാൻ വേണ്ടി പറഞ്ഞയച്ചു. സ്വർഗ്ഗം കണ്ടതിന് ശേഷം ജിബ്രീൽ വന്നു പറഞ്ഞു അല്ലാഹുവിനോട്, ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അവൻ ഇതിന്റെ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. ഒരിക്കലും ഇതിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ എന്താണോ അവന് വേണ്ടി വരുന്നത് അതവൻ ചെയ്യും. അത്രമാത്രം നിഅമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫീഹാ വയശ്റബൂൻ. സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിൽ ഭക്ഷിക്കും, അവർ വെള്ളം കുടിക്കും. ലാ യബൂലൂൻ, എന്നാൽ അവർ മൂത്രമൊഴിക്കുകയില്ല. വലാ യതഗവ്വതൂൻ, അവർക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വരികയില്ല. വലാ യത്ഫിലൂന വലാ യംതഖിതൂൻ, അവർക്ക് അവിടെ തുപ്പേണ്ടി വരികയില്ല. തുപ്പലം പുറത്തേക്ക് കളയുന്ന പരിപാടി അവിടെയില്ല. വലാ യംതഖിതൂൻ, അവർ മൂക്കിൽ നിന്ന് ചീരാപ്പ് ചീറ്റിക്കളയേണ്ടി വരികയില്ല. ജലദോഷം ഉണ്ടാവുകയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലും അവിടെ ഉണ്ടാവുകയില്ല. അംശാതുഹുമുദ് ദഹബ്, അവരുടെ അവിടെയുള്ള ചീർപ്പുകൾ സ്വർണം കൊണ്ടുള്ളതായിരിക്കും. വറഷ്ഹുഹും അൽ മിസ്ക്, അവർക്കവിടെ ലഭിക്കുന്ന അവർക്കവിടെ ഉണ്ടാകുന്ന വിയർപ്പ് അത് കസ്തൂരിയുടെ വിയർപ്പായിരിക്കും. വിയർത്താൽ അവർക്ക് കൂടുതൽ നല്ല മണമേ ഉണ്ടാവുകയുള്ളൂ, മണത്തിന് മോശമുണ്ടാവുകയില്ല. ഇങ്ങനെ എല്ലാ നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു. കഴിഞ്ഞില്ല, സ്വർഗ്ഗക്കാരുടെ വസ്ത്രങ്ങൾ എങ്ങനെയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ്, അവർക്കവിടെ സ്വർണം കൊണ്ടുള്ള വളകൾ ധരിപ്പിക്കപ്പെടും. വയൽബസൂന സിയാബ, അവർക്കവിടെ ചില വസ്ത്രങ്ങൾ അവർ ധരിക്കും. ഖുദ്റ, പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കും. മിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖ്, കട്ടിയുള്ള പട്ടുകൊണ്ടുണ്ടാക്കിയത്, നേരിയ പട്ടുകൊണ്ടുണ്ടാക്കിയത്, രണ്ടുമുണ്ടായിരിക്കും. പട്ടിന്റെ വസ്ത്രങ്ങളായിരിക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗക്കാരുടെ ഭംഗി ഇവിടെയുള്ള രൂപത്തിലായിരിക്കില്ല അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ഫഇൻ കാന മിൻ അഹ്ലിൽ ജന്ന കാന അലാ മസ്ഹതി ആദം, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അവസരം കിട്ടിയാൽ അവർ ആദമിന്റെ രൂപത്തിലായിരിക്കും. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ശരീരപ്രകൃതിയായിരിക്കും, അദ്ദേഹത്തിന്റെ നീളമുണ്ടായിരിക്കും. വസൂറത്തി യൂസുഫ്, യൂസുഫിന്റെ ഭംഗിയുണ്ടായിരിക്കും. അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഭംഗി എന്താണ്? മിസ്റിലെ പെണ്ണുങ്ങൾ പറഞ്ഞതുപോലെ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇതൊരു മലക്കു മാത്രമാണ്, ഇതൊരിക്കലും മനുഷ്യനല്ല. ആ യൂസുഫിന്റെ ഭംഗി അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. വഖൽബി അയ്യൂബ്, അയ്യൂബിന്റെ കൽബുണ്ടായിരിക്കും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൽബുണ്ടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യദ്ഖുലു അഹ്ലുൽ ജന്നതിൽ ജന്നത ജുർദ, സ്വർഗ്ഗത്തിൽ സ്വർഗ്ഗക്കാർ പ്രവേശിക്കുന്നത് അവരുടെ ശരീരത്തിൽ രോമങ്ങളില്ലാതെയായിരിക്കും. അവരുടെ തൊലി ഏറ്റവും മിനുസമുള്ളതായിരിക്കും, രോമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. മുർദ, അതുപോലെ അവർക്ക് താടി രോമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല, ക്ലീൻ ഷേവ് ആയിരിക്കും. ചില ആളുകൾ പറയാറുണ്ട്, സ്വർഗത്തിലെ ആളുകൾ ക്ലീൻ ഷേവ് ആണല്ലോ, അപ്പൊ എന്തുകൊണ്ട് ദുനിയാവിൽ ക്ലീൻ ഷേവ് ഇല്ലാത്തത്? ദുനിയാവിലും അതല്ലേ ഭംഗി എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം എന്താ? സ്വർഗത്തിൽ പട്ടുണ്ട്, ദുനിയാവിൽ പട്ടില്ല. സ്വർഗത്തിൽ സ്വർണത്തിന്റെ പാത്രങ്ങളുണ്ട്, ദുനിയാവിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. ദുനിയാവിൽ താടി വെക്കണം, ദുനിയാവിൽ അതാണ് ഭംഗി. സ്വർഗത്തിലുള്ള ഭംഗി വ്യത്യസ്തമാണ്. അവരവിടെ പ്രവേശിക്കുന്നത് താടിയില്ലാതെയായിരിക്കും, ഏറ്റവും മനോഹരമായ രൂപത്തിൽ. അവർക്ക് താടി ഒഴിവാക്കപ്പെടുന്നത് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ അവിടെയുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. താടി ചില രൂപത്തിൽ തടസ്സമുണ്ടാക്കും, അതവർക്ക് അവിടെ ഉണ്ടാവുകയില്ല. പൂർണ്ണമായി എന്തെല്ലാം സ്പർശിക്കുന്നോ അതിന്റെ എല്ലാം മനോഹാരിത പൂർണ്ണമായി അനുഭവിക്കുന്നതിനു വേണ്ടി അവർക്കവിടെ താടി ഉണ്ടായിരിക്കുകയില്ല. മുഖഹലീൻ, അതുപോലെ കടുത്ത സുറുമയുട്ട രൂപത്തിലായിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക. അബ്നാ 30 ഔ 33 സന, ഒന്നല്ലെങ്കിൽ 30 വയസ്സ്, അതല്ലെങ്കിൽ 33 വയസ്സ്. ഈ വയസ്സിലായിരിക്കും സ്വർഗക്കാരുണ്ടായിരിക്കുക. ഏറ്റവും ശക്തമായ യുവത്വം പൂർണ്ണമാകുന്ന സമയങ്ങളിലൊന്നാണത്. 33 വയസ്സ്, പക്വതയുണ്ട്, ആരോഗ്യമുണ്ട്, രണ്ടും ഏതാണ്ട് യോജിക്കുന്ന പ്രായങ്ങളിലൊന്നാണത്.
40 കഴിഞ്ഞാൽ ആരോഗ്യം ശോഷിക്കാൻ തുടങ്ങും. 25 ആരോഗ്യമുണ്ടാകും, പക്ഷെ പക്വത ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ ഇത് രണ്ടും ഒരുമിക്കുന്ന രൂപത്തിൽ ഏറ്റവും നല്ല പ്രായത്തിൽ, ഏറ്റവും നല്ല ആരോഗ്യമുള്ള പ്രായത്തിലായിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. ഒരാളും അവിടെ മറ്റൊരാളെ നോക്കി അവന് എന്നെക്കാൾ ഭംഗിയുണ്ടല്ലോ എന്ന് പറയേണ്ടി വരില്ല. റസൂലുള്ളാഹി പറഞ്ഞു, അഹ്ലുൽ ജന്നതി അലാ ഖൽഖി റജുലിൻ വാഹിദ്, സ്വർഗക്കാർ അവരെല്ലാവരും ഒരേ പടപ്പ് പോലെയായിരിക്കും. അലാ സൂറത്തി അബീഹിം ആദം, അവരുടെ പിതാവായ ആദമിന്റെ രൂപത്തിൽ. 60 ദിറാഅൻ ഫിസ്സമാ, 60 മുഴം നീളം അവർക്കുണ്ടായിരിക്കും. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ നീളം 60 മുഴമാണ്. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ അതിനുശേഷം പിന്നീട് ആളുകളുടെ ഉയരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ തുടക്കം അവർക്ക് 60 മുഴത്തിലായിരുന്നു. അതിനുശേഷം പിന്നീട് അവരുടെ ഉയരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വരുന്ന മനുഷ്യന്മാർ അവരുടെ ഉയരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ അവർ പ്രവേശിക്കുമ്പോൾ 60 മുഴം അവർക്ക് നീളമുണ്ടായിരിക്കും. ചില ഹദീസുകളിൽ കാണാം 100 ആളുകളുടെ ശക്തി അവർക്ക് നൽകപ്പെടും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർക്കതിന് സാധിക്കുമോ? 100 ആളുകളുടെ ശക്തി, 100 ആളുകളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതിനു മാത്രം അവർക്ക് അവിടെ സ്ത്രീകളുണ്ട്, അതിനു മാത്രം ആസ്വാദനങ്ങളുണ്ട്, അതിനവർക്ക് അവിടെ സാധിക്കുമോ? റസൂലുള്ളാഹി പറഞ്ഞു, അവർക്ക് 100 ആളുകളുടെ ശക്തി ഉണ്ടായിരിക്കും. അത്രമാത്രം പൂർണ്ണമായ രൂപത്തിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. ശരി, സ്വർഗത്തിൽ അതുപോലെ തന്നെ വിരിപ്പുകൾ ഉണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫീഹാ സുറുറും മർഫൂഅ, അവിടെ ഉയരത്തിൽ നാട്ടിയ കട്ടിലുകൾ ഉണ്ടായിരിക്കും. ചില ഹദീസുകളിൽ കാണാം ആകാശഭൂമികൾക്കിടയിലുള്ള ഉയർച്ച അവിടെയുള്ള വിരിപ്പുകൾക്കുണ്ട്, അവിടെയുള്ള കട്ടിലുകൾക്കുണ്ട്. അത്ര ഉയരത്തിലായിരിക്കും. ഉയരത്തിലിരുന്ന് സോഫയിലിരുന്ന് താഴെയുള്ള കാര്യങ്ങൾ അവർക്ക് കാണാം. വലിയ മലകൾ കാണാം, മരങ്ങൾ കാണാം, താഴത്തുള്ള അരുവികൾ കാണാം. ഉയരത്തിലിരുന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കും. ഫീഹാ സുറുറും മർഫൂഅ വ അക്വാബും മൗദൂഅ, അവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള കോപ്പകൾ ഉണ്ടായിരിക്കും. വനമാരിഖു മസ്ഫൂഫ, അവരുടെ തലയണകൾ അതിങ്ങനെ ചേർത്തു വെച്ചിട്ടുണ്ടായിരിക്കും. വസറാബിയു മബ്സൂസ, അവർക്ക് വേണ്ടി വിരിപ്പുകൾ വിരിച്ചു വെക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഒന്നും അവർ ചെയ്യേണ്ടതില്ല, എല്ലാം അവർക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുത്തഖീന അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്, അവർ ചാരിയിരിക്കുക കടുത്ത കുറച്ച് കട്ടിയുള്ള പട്ടിൽ നിന്നുണ്ടാക്കിയ വിരിപ്പിലായിരിക്കും. കട്ടിയുള്ള പട്ടുകൊണ്ടുണ്ടാക്കിയ വിരിപ്പുകളായിരിക്കും, അതിന്റെ മേലായിരിക്കും അവർ ചാരിയിരിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖദ് ഉഖ്ബിർതും ബിൽ ബതാഇൻ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന വിരിപ്പ് അതിന്റെ ഉൾഭാഗത്ത് എന്തായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫകൈഫ ബിദ്ദാഹിർ, അപ്പോൾ അതിന്റെ പുറത്തെന്തായിരിക്കും? പട്ടിന്റെ ഉൾഭാഗം ഒരാളും തുറന്നു നോക്കാൻ പോകുന്നില്ല. അതിന്റെ ഉൾഭാഗം ഇത്ര ഭംഗിയുള്ളതാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന കണ്ണുകൊണ്ട് കാണാനിരിക്കുന്ന പട്ടിന്റെ പുറം ഭാഗം അതെങ്ങനെയായിരിക്കും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വർഗത്തിൽ സ്വർഗക്കാരായ സ്ത്രീകൾ ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹൂറുൽ ഐനിനെ നൽകും. ഹൂറുൽ ഐൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള സ്ത്രീകളാണ്. അതോടൊപ്പം ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകൾ അവർ വേറെയും ഉണ്ടായിരിക്കും. ദുനിയാവിൽ നിന്ന് പ്രവേശിക്കുന്ന സ്ത്രീകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവർ ഹൂറുൽ ഐനിനേക്കാൾ ഭംഗിയുള്ളവരായിരിക്കും. അവർക്കാണ് ഹൂറുൽ ഐനിനേക്കാൾ ഭംഗിയുള്ളത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹൂറുൻ ഐൻ, അവർക്ക് ഹൂറുൻ ഐൻ ഉണ്ടായിരിക്കും. കഅംസാലിൽ ലുഅ്ലുഉൽ മക്നൂൻ, അവരേതുപോലെയാണ്? ചെപ്പിക്കുള്ളിൽ അടച്ചുവെച്ച മുത്തുപോലെയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവരെ ഒരാൾ പോലും സ്പർശിച്ചിട്ടുണ്ടായിരിക്കില്ല. അവരുടെ ശരീരത്തിലെ ഒരു ചെറിയ ഭാഗം പോലും ഒരാളുടെയും സ്പർശനത്തിന് വിധേയമായിട്ടില്ല. അവരുടെ ശരീരത്തിലെ ഒന്നും അള്ളാഹു പടച്ചതിൽ നിന്നൊരു വ്യത്യാസവുമില്ലാതെ അവർ ബാക്കിയാണ്. ആരും അവരെ കണ്ടിട്ടില്ല. ഏറ്റവും മറക്കുള്ളിലാണ് അവരുള്ളത്. നോക്കൂ നിങ്ങൾ, സ്വർഗക്കാരായ സ്ത്രീകൾ
അവരുടെ പ്രത്യേകതകളിൽ ഒന്നാണത്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമായി അള്ളാഹു നിശ്ചയിക്കുന്ന കാര്യമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൂറുൽ ഐനിനെ കുറിച്ച് പറഞ്ഞു, ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, നാം സ്വർഗത്തിലെ സ്ത്രീകൾ അവരെ പ്രത്യേകമായി പടച്ചുണ്ടാക്കിയതാണ്. ഭൂമിയിൽ ഉണ്ടാക്കിയതുപോലെയല്ല, ഏറ്റവും മനോഹരമായ സ്ത്രീകളാണ്. അവർക്കു വേണ്ടി പ്രത്യേകമായി സൃഷ്ടിച്ചവരാണ്. ഫജഅൽനാഹുന്ന അബ്കാറ, അവർ കൗമാരപ്രായത്തിലുള്ള ആളുകളായിരിക്കും, പ്രായം വർദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല, കൗമാരപ്രായത്തിലുള്ളവരായിരിക്കും. ഉറുബൻ അത്റാബ, അവർ സമപ്രായക്കാരായിരിക്കും. മാത്രമല്ല അവരുടെ ഇണകൾക്ക് ഇഷ്ടം തോന്നുന്ന സ്വഭാവമുള്ളവരായിരിക്കും. സ്ത്രീകളുടേതായ ദുനിയാവിൽ കാണുന്ന ഒരു ഗീറത്ത്, ഒരു പരസ്പരമുള്ള അസൂയയോ കുശുമ്പോ അവർക്ക് അവിടെ ഉണ്ടാവുകയില്ല. മറിച്ച് അവർ ഏറ്റവും പൂർണ്ണമായ സ്വഭാവമുള്ളവരായിരിക്കും. അതൊക്കെ ആർക്കു വേണ്ടിയാണ്? ലി അസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാർക്കു വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചതാണ് ഇതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ സ്ത്രീകളെ കുറിച്ച് അറിയിച്ച ഹദീസുകളിൽ ഇപ്രകാരം കാണാം: വലൗ അന്ന ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന ഇത്ലഅത് ഇലാ അഹ്ലിൽ അർദ് ലഅദാഅത് മാ ബൈനഹുമാ, സ്വർഗത്തിലുള്ള സ്ത്രീകളിൽ ആരെങ്കിലും ഭൂമിയിലേക്ക് നോക്കിയാൽ, അവരൊന്ന് കണ്ണെറിഞ്ഞാൽ, ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം പ്രകാശിക്കാൻ അത് മതിയായതാണ്. വലമലഅത്ഹു റീഹ, അവൾ നോക്കിയാൽ ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാ ഭാഗങ്ങളിലും സുഗന്ധം നിറയാൻ അത് മതിയായതാണ്. വലനസീഫുഹാ അലാ റഅസിഹാ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, അവളുടെ തലയിലുള്ള തട്ടം, അവൾ ധരിച്ചിട്ടുള്ള തട്ടം, ആ തട്ടം അത് ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളെക്കാളും വിലപിടിപ്പുള്ളതാണ്. ആകാശഭൂമികൾ മുഴുവനായി എടുത്താൽ സ്വർഗ സ്ത്രീയുടെ തട്ടം അതിനോളം അടുത്തെത്തുകയില്ല. അത്ര ഭംഗിയുള്ളതാണ് അവളുടെ തട്ടം. അപ്പോൾ അവൾ എങ്ങനെയായിരിക്കും? ഹൂറുൽ ഐൻ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. മാത്രമല്ല സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാ ആളുകൾക്കും റസൂലുള്ള പറഞ്ഞു, ലികുല്ലി ഇംറിഇൻ മിൻഹും സൗജതാൻ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും രണ്ട് ഭാര്യമാരുണ്ടായിരിക്കും. ഹൂറുൽ ഐനിൽപ്പെട്ട രണ്ടു പേർ, ദുനിയാവിലുള്ളത് വേറെ. ഹൂറുൽ ഐനിൽപ്പെട്ട രണ്ട് സ്ത്രീകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അവരാകട്ടെ യുറാ മുഖു സൂഖിഹിമാ മിൻ വറാഇൽ ലഹ്മി, അവർ യുറാ മുഖു സൂഖിഹിമാ മിൻ വറാഇൽ ലഹം, അവരുടെ കണങ്കാൽ, ആ കണങ്കാലിന്റെ ഭാഗത്ത് നോക്കിയാൽ അവരുടെ എല്ലിന്റെ പുറം ഭാഗം കാണാൻ സാധിക്കും. അത്രമാത്രം നേർമയുള്ള മാംസമാണ് അവർക്കുള്ളത്. അത്ര നേർമയുള്ള, അത്ര എന്താ പറയുക, തൊട്ടാ ചോര പൊട്ടുന്നത് എന്ന് പറയാവുന്ന രൂപത്തിലുള്ള തൊലിയാണ് അവർക്കുള്ളത്. അതുപോലുള്ള മാംസമാണ് അവർക്കുള്ളത്. അവരുടെ കണങ്കാലിന്റെ എല്ല് അത് പുറത്തേക്ക് കാണാവുന്ന രൂപത്തിലുള്ള ഭംഗിയായിരിക്കും അവരുടെ കാലിനുണ്ടായിരിക്കുക. അങ്ങനെ അവർക്കത് കാണാൻ പറ്റും. അത്ര സുന്ദരമായ ശരീരപ്രകൃതിയായിരിക്കും അവർക്കുണ്ടായിരിക്കുക. ഇനി ഇതിനപ്പുറത്ത് എങ്ങനെ പറയാൻ കഴിയും? ഇത് അനുഭവിച്ചറിയുകയല്ലാതെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, വമാ ഫിൽ ജന്നതി അഅസബ്, സ്വർഗത്തിൽ ഒരാളും വിവാഹിതനല്ലാതെ ഉണ്ടാവുകയില്ല. വിവാഹം കഴിക്കാത്ത ഒരാളും സ്വർഗത്തിലില്ല. എല്ലാവരും വിവാഹിതരാണ്. എല്ലാവർക്കും ഭാര്യമാരുണ്ട്. ഏറ്റവും നല്ല വൈവാഹിക ജീവിതം അവർക്ക് അവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അസ്വാജ അഹ്ലിൽ ജന്നതി ലയുഗന്നീന അസ്വാജഹുന്ന ബിഅഹ്സനി അസ്വാത്, സ്വർഗത്തിലുള്ള സ്ത്രീകൾ അവർ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഏറ്റവും നല്ല ശബ്ദത്തിൽ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും. മാ സമിഅഹാ അഹദുൻ ഖത്തു, ആ ശബ്ദം ഒരാളും ഇതുവരെ കേട്ടിട്ടില്ല. അത്ര മനോഹരമായ ശബ്ദമുള്ള പാട്ട് അവിടെ ഉണ്ടായിരിക്കും. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, മ്യൂസിക് ഉണ്ടാവോ സ്വർഗത്തില്? മ്യൂസിക് കേട്ടിട്ട് ഇനി അത് അവിടെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന ആളുകൾ, മ്യൂസിക്കിനേക്കാൾ എത്രയോ ഭംഗിയുള്ള, എത്രയോ മനോഹരമായ,
കേട്ടാൽ ഒരിക്കലും മടുക്കാത്ത ശബ്ദമുള്ള പാട്ടുകൾ അവർക്ക് അവിടെ ഉണ്ടായിരിക്കും. അവർക്കു വേണ്ടി സ്ത്രീകൾ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ചില ഹദീസുകളിൽ അവരുടെ പാട്ട് അവരെന്താണ് പാടുക എന്നത് തന്നെ പ്രത്യേകം വന്നതായി കാണാൻ സാധിക്കും. ശരി, അതുപോലെ തന്നെ സ്വർഗത്തിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യദ്ഖുലുൽ ജന്നത യൻഅമു വലാ യബ്അസ്. ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പൂർണ്ണമായി അനുഗ്രഹങ്ങൾ മാത്രമാണ്. വലാ യബ്അസ്, ഒരിക്കലും അയാൾക്ക് ഒരു പ്രയാസമുണ്ടാക്കുന്ന, ഒരു ചെറിയ അപമാനമുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന, ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം പോലും അവിടെ ഉണ്ടാവുകയില്ല. ലാ തബ്ലാ സിയാബുഹ്, അവന്റെ വസ്ത്രം അവിടെ നുരുമ്പിപ്പോവുകയില്ല. വലാ യഫ്നാ ശബാബുഹ്, അവന്റെ യുവത്വം അവിടെ അവസാനിക്കുകയില്ല. അത് പൂർണ്ണമായ യുവത്വം തന്നെയായിരിക്കും. മാത്രമല്ല സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ അവിടെ അങ്ങാടികൾ ഉണ്ടായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലസൂഖാ, സ്വർഗത്തിൽ അങ്ങാടികൾ ഉണ്ടായിരിക്കും. യഅതൂനഹാ കുല്ല ജുമഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ചകളിലും ആ അങ്ങാടിയിൽ സ്വർഗക്കാർ ഒരുമിക്കും. എല്ലാ സ്വർഗത്തിലുള്ള ആളുകളും ആ അങ്ങാടിയിൽ ഒരുമിക്കും. എല്ലാവരും അങ്ങാടിയിലേക്ക് വരും. ഫതഹ്സു ഫീ വുജൂഹിഹിം വസിയാബിഹിം, അപ്പോൾ ആ അങ്ങാടിയിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കാറ്റ് അവരുടെ ശരീരത്തിൽ അടിച്ചിങ്ങനെ വീശും. അതവരുടെ വസ്ത്രത്തിൽ ഇങ്ങനെ അടിച്ചു വീശും. ഫയസ്ദാദൂന ഹുസ്നൻ വജമാല, അപ്പോൾ അവരുടെ ഭംഗി വീണ്ടും വർദ്ധിക്കും. ഓരോ ആഴ്ചയിലും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഓരോ ആഴ്ചയിലും അവർക്ക് ഭംഗി വർദ്ധിക്കും. അപ്പൊ അവരുടെ ഭാര്യ കാലങ്ങളോളം ഒരേ ഭാര്യയെ കാണണ്ട, ഭംഗി വർദ്ധിക്കുന്ന ഭാര്യമാരാണ്. കാലങ്ങളോളം ഒരേ ഭർത്താവിനെ കാണണ്ട, ഭംഗി വർദ്ധിക്കുന്ന ഭർത്താവാണ്. മടുക്കുകയില്ല. അവരുടെ നന്മകൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയർജിഊന ഇലാ അഹ്ലീഹിം വഖദ് ഇസ്ദാദു ഹുസ്നൻ വജമാല. അങ്ങനെ അവർ അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയാൽ അവരുടെ വീട്ടുകാർ അവർക്കും ഭംഗി വർദ്ധിച്ചിട്ടുണ്ട്. ഫയഖൂലു ലഹും അഹ്ലൂഹും, അപ്പോൾ അവരുടെ വീട്ടുകാർ വാതിൽ തുറന്നാൽ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ അവർ പറയും, വല്ലാഹി ലഖദ് ഇസ്ദത്തും ബഅദനാ ഹുസ്നൻ വജമാല, ഇവിടുന്ന് പോയതിനേക്കാൾ നിങ്ങൾ ഭംഗിയിലാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് അവർ പറയും. അപ്പോൾ വീട്ടിലേക്ക് വന്ന ഭർത്താവ് പറയും, വല്ലാഹി ലഖദ് ഇസ്ദത്തും ഹുസ്നൻ വജമാല, നിങ്ങൾക്കും ഭംഗി വർദ്ധിച്ചിട്ടുണ്ട് എന്നവർ പറയും. അവിടെ അവരുടെ കുടുംബക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകളിൽ പറഞ്ഞതുപോലെ മുഅ്മിനീങ്ങൾ കുടുംബം ഒന്നടങ്കം ഇസ്ലാമിലും ഈമാനിലും തഖ്വയിലുമാണെങ്കിൽ ലനുഹയ്യന്നഹും ഹയാതൻ തയ്യിബ, അവർക്കെല്ലാം നാം ഏറ്റവും മനോഹരമായ ജീവിതമാണ് നൽകുക. എല്ലാ കുടുംബക്കാരും ഉണ്ടായിരിക്കും. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്, അവർക്ക് പരിചയമുള്ളവരുണ്ട്, കൂട്ടുകാരുണ്ട്, എല്ലാവരുമുണ്ട്. അവർ സ്വർഗത്തിലാണെങ്കിൽ അവർക്കെല്ലാം ഓരോ ആഴ്ചയിലും ഭംഗി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ കുടുംബത്തിൽ ആരെങ്കിലും ശിർക്കിലോ മറ്റു കാര്യങ്ങളിലോ ഉണ്ടെങ്കിൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹദീസുകളിൽ, ഖുർആനിലും ഹദീസിലും ധാരാളം വന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സ്വർഗം അത് ധാരാളം പദവികൾ ഉള്ളതാണ്. ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ പൊതുവെ സ്വർഗത്തിൽ എല്ലാവർക്കും ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിനും മുകളിൽ അനുഭവങ്ങളുണ്ട്, ഇതിനും മുകളിൽ അനുഗ്രഹങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, നിഅമത്തുകൾ ഇനിയും മേലേക്കുണ്ട്. നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യഅതിഹി മുഅ്മിനൻ ഖദ് അമില സ്സാലിഹാതി ഫഉലൈക ലഹുമുദ് ദറജാതുൽ ഉല. അല്ലാഹുവിന്റെ അടുക്കൽ ധാരാളം സാലിഹത്തായ അമലുകൾ ചെയ്തുകൊണ്ട്, ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് എത്തുന്ന ആളുകൾ ഫലഹുമുദ് ദറജാതുൽ ഉല, അവർക്ക് വളരെ ഉന്നതങ്ങളായ പദവികളാണുള്ളത്. താഴെയല്ല, സ്വർഗത്തിൽ ദറജാത്തുകളാണ്, പദവികൾ മേലോട്ടാണ്. നരകത്തിൽ ദറകാത്തുകളാണ്, പദവികൾ താഴോട്ടാണ്. പദവി എന്ന് പറയാൻ പറ്റില്ല, ശിക്ഷയാണ്. ശിക്ഷകൾ താഴോട്ടാണ്. താഴോട്ട് പോകുന്തോറും ശിക്ഷ വർദ്ധിക്കും. സ്വർഗത്തിലാകട്ടെ മേലോട്ട് പോകുന്തോറും നിഅമത്തുകൾ വർദ്ധിക്കും. സ്വർഗത്തിൽ ദറജാത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഹ്ലൽ ജന്നതി
യതറാഊന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം. സ്വർഗ്ഗക്കാർ അവർ തങ്ങളുടെ മുകളിലുള്ള ആളുകളെ കഷ്ടപ്പെട്ട് എത്തി നോക്കും, പ്രയാസത്തിൽ എത്തി നോക്കും. യതറാ എന്ന് പറഞ്ഞാൽ കുറച്ചു പ്രയാസപ്പെട്ടു നോക്കുന്നതിനാണ്. അവർ ഇങ്ങനെ നോക്കും. സ്വർഗത്തിലുള്ള ആളുകൾ മുകളിലുള്ള ആളുകളെ അവർ അങ്ങനെ നോക്കും. കമാ യതറാഊനൽ കൗകബ ദുർരിയൽ ഗാബിറ ഫിൽ ഉഫുഖ്. ചക്രവാളത്തിൽ പുലർന്നു കഴിഞ്ഞാൽ ചില നക്ഷത്രങ്ങൾ ചിലപ്പോൾ അതിന്റെ പ്രകാശം മങ്ങിയ രൂപത്തിൽ കാണാൻ സാധിക്കും. അത് കാണണമെങ്കിൽ സൂക്ഷിച്ചു നോക്കണം. അതുപോലെ സ്വർഗത്തിലുള്ള ആളുകൾ അവരുടെ മുകളിലുള്ള ആളുകളെ നോക്കിക്കൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലിതഫാദുലി മാ ബൈനഹും. അതിനു മാത്രം ദൂരം സ്വർഗക്കാരുടെ പദവികൾക്കിടയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ഉന്നതമായ സ്വർഗം ഏതാണ്? അൽ ഫിർദൗസ്, അൽ ഫിർദൗസുൽ അഅല. അതാണ് ഏറ്റവും മുകളിലുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലുല്ലാഹൽ ഫിർദൗസ്. നിങ്ങൾ അല്ലാഹുവിനോട് ഫിർദൗസ് ചോദിക്കണം, ഏറ്റവും മുകളിലുള്ള സ്വർഗം. ഫഇന്നഹു വസതുൽ ജന്ന വഅഅലൽ ജന്ന. അത് സ്വർഗത്തിന്റെ ഏറ്റവും മുകൾ ഭാഗമാണ്, ഏറ്റവും മധ്യഭാഗമാണ്. നസ്അലുല്ലാഹ സുബ്ഹാനഹു വതആല അൽ ഫിർദൗസ്. അല്ലാഹുവിനോട് നമുക്ക് ഫിർദൗസ് ചോദിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് നിങ്ങൾക്ക് നൽകുക എന്നത് മടിയുണ്ടാക്കുന്ന കാര്യമല്ല. അവനെ ആരും നിർബന്ധിക്കുന്നില്ല. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകും. അതുകൊണ്ട് ഒരു മടിയുമില്ലാതെ അള്ളാഹുവിനോട് ചോദിക്കുക, അതിനനുസരിച്ച് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ ഏറ്റവും മുകളിലുള്ളത് ഫിർദൗസാണ്. മാത്രമല്ല സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ ഏറ്റവും മുകളിൽ ഉണ്ടായിരിക്കുക നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ. നിങ്ങൾ അദാൻ കൊടുക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ, ബാങ്ക് കൊടുക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ, ഫഖൂലു മിസ്ല മാ യഖൂൽ. അയാൾ പറയുന്നത് പോലെ നിങ്ങൾ പറയുക. സുമ്മ സല്ലു അലയ്യ. പിന്നീട് നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാതൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും. സുമ്മ സലുല്ലാഹ ലിയൽ വസീല. പിന്നീട് നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി വസീല ചോദിക്കുക. ഫഇന്നഹാ മൻസിലത്തുൻ ഫിൽ ജന്ന. അത് സ്വർഗ്ഗത്തിലുള്ള ഒരു പദവിയാണ്. ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ്. അള്ളാഹുവിന്റെ അടിമകളിൽ ഒരാൾക്കു മാത്രമാണ് അത് ലഭിക്കുക. മുഴുവൻ മനുഷ്യന്മാർക്കും ഇടയിൽ നിന്ന് ഒരാൾക്കു മാത്രമാണ് അത് ലഭിക്കുക. വഅർജു അൻ അകൂന അന ഹുവ. ആ ഒരാൾ ഞാനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫമൻ സഅല ലിയൽ വസീല ഹല്ലത് ലഹു ശഫാഅ. ആര് എനിക്ക് വേണ്ടി വസീലത്ത് ചോദിക്കുന്നോ അവന് എന്റെ ശഫാഅത്ത് ഉണ്ടായിരിക്കും. ഞാൻ അവന് വേണ്ടി നിർബന്ധമായും ശഫാഅത്ത് ചെയ്തിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വസീലത്ത് ചോദിക്കുന്നവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായും ശഫാഅത്ത് ചെയ്തിരിക്കും. അവന് തൗഹീദ് ഉണ്ടെങ്കിൽ, അവൻ ഇസ്ലാമിന്റെ മാർഗത്തിലാണെങ്കിൽ. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി വസീല ചോദിക്കുന്നത് അധികരിപ്പിക്കുക. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ ഉന്നതമായ പദവികളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, യാ റസൂലല്ലാഹ് തിൽക മനാസിലുൽ അംബിയാ ലാ യബ്ലുഗുഹും ഗൈറുഹും. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഉന്നതമായ പദവികൾ അതൊക്കെ നബിമാർക്കുള്ള പദവികളാണ്. അവിടേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിക്കുമോ? അതല്ലെങ്കിൽ നബിമാരല്ലാത്ത ആളുകൾക്ക് അവിടേക്ക് എത്താൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നവർ പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ബലാ വല്ലദീ നഫ്സി ബിയദിഹി. തീർച്ചയായും എത്താൻ കഴിയും. എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. റിജാലുൻ ആമനു ബില്ലാഹി വസദ്ദഖുൽ മുർസലീൻ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും റസൂലിനെ സത്യപ്പെടുത്തുകയും ചെയ്തവർക്ക് അവിടേക്ക് എത്താൻ കഴിയും. 2 കാര്യമേ ഉള്ളൂ. 1 അള്ളാഹുവിൽ വിശ്വസിക്കുക, 2 റസൂലുമാരെ സത്യപ്പെടുത്തുക. അവർ പറഞ്ഞത് സത്യമാണ് എന്ന് നീ സത്യപ്പെടുത്തുക. സത്യപ്പെടുത്തുക എന്ന് സ്വർഗമുണ്ട് എന്ന് സത്യപ്പെടുത്തിയാൽ അതിനുവേണ്ടി നീ പണിയെടുക്കണം. കാരണം നീ യഥാർത്ഥത്തിൽ സത്യപ്പെടുത്തുന്നുണ്ട് എങ്കിൽ നീ പണിയെടുക്കും.
ഉദാഹരണത്തിന് തീ കണ്ടാൽ നിനക്കറിയാം അത് പൊള്ളുന്നതാണ്, അതുകൊണ്ട് നീ അതിലേക്ക് കൈയിടില്ല. കാരണം നിനക്കറിയാം തീ പൊള്ളിക്കുന്നതാണ്. അതുപോലെ തീ പൊള്ളിക്കുന്നതാണ് എന്ന് നീ എങ്ങനെ സത്യപ്പെടുത്തുന്നു അതുപോലെ നീ സത്യപ്പെടുത്തണം. നരകവും സ്വർഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം അള്ളാഹുവും റസൂലും പറഞ്ഞ കാര്യങ്ങൾ സത്യപ്പെടുത്തണം. അങ്ങനെ സത്യപ്പെടുത്തിയ ആളുകൾ അവർക്ക് ഏറ്റവും ഉന്നതമായ പദവികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, റസൂൽ പറഞ്ഞത് എന്താണ്? ആമനു ബില്ലാഹി വസദ്ദഖുൽ മുർസലീൻ ഔ വസദ്ദഖുർ റുസുൽ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും റസൂലുകളെ സത്യപ്പെടുത്തുകയും ചെയ്യുക. ഈ ഉമ്മത്തിലെ നേതാവിന്റെ, നബിമാർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കറിന്റെ ലഖബുകളിൽ ഒന്ന്, അബൂബക്കറിന്റെ വിളിപ്പേരുകളിൽ ഒന്ന് അബൂബക്കറിൻ അസ്സിദ്ദീഖ് എന്നാണ്. അബൂബക്കർ അസ്സിദ്ദീഖ്, സിദ്ദീഖ് അദ്ദേഹത്തിന്റെ പദവിയാണിത്, അവർക്ക് ലഭിക്കുന്ന പദവിയാണിത്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞോ അത് സത്യപ്പെടുത്തുന്നു, പ്രാവർത്തികമാക്കുന്നു. റസൂലുള്ളാഹി എന്തു പറഞ്ഞോ സത്യപ്പെടുത്തുന്നു, പ്രാവർത്തികമാക്കുന്നു. അതിലൊന്നും സംശയത്തിന്റെ ഒരു കണിക പോലും ബാക്കി വെക്കാത്തവരാണ് സിദ്ദീഖുകൾ. സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ നീ ആഗ്രഹിക്കുന്നുണ്ടോ? നീ ഈ അവസ്ഥയിലെത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിനു മുൻപിൽ യാതൊരു സംശയത്തിനും ഇട നൽകാത്ത വിധം പൂർണ്ണമായി വിശ്വസിക്കുന്നവനാവുക. എന്ത് കേട്ടാലും റസൂലുള്ള എന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പാകമുള്ള കൽബായി നിന്റെ കൽബ് മാറുക. അതാണ് സിദ്ദീഖിന്റെ അടയാളം. അതുണ്ട് എങ്കിൽ അങ്ങനെ സത്യപ്പെടുത്തുകയും അതിനനുസരിച്ച് പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ സ്വർഗത്തിലെ ഉന്നത പദവികൾ റസൂലുമാരോടൊപ്പം, നബിമാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം നിനക്ക് സ്ഥാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ശരി, സ്വർഗത്തിൽ പദവികൾ ഉയർത്താൻ ധാരാളം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യം മാത്രം ഞാൻ ഇവിടെ പറയാം. ഒന്ന്, ഇൽമു പഠിക്കുക എന്നതാണ്, അള്ളാഹുവിന്റെ ദീനു പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്കും അതുപോലെ തന്നെ ഇൽമു നൽകപ്പെട്ടവർക്കും സ്ഥാനങ്ങൾ ഉയർത്തി നൽകും. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് നരകക്കാരെക്കാൾ സ്ഥാനമുണ്ട്. അതാണ് മുഅ്മിനീങ്ങളുടെ സ്ഥാനം. നരകക്കാർ താഴെ പടിയിലാണ്. അവരെക്കാൾ ഉയർന്ന സ്ഥാനം മുഅ്മിനീങ്ങൾക്കുണ്ട്. മുഅ്മിനീങ്ങളിൽ ഉയർന്ന സ്ഥാനമുള്ളവരാരാണ്? ഊതുൽ ഇൽം, ഇൽമു നൽകപ്പെട്ട ഉലമാക്കൾ, പണ്ഡിതന്മാർ. കാരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ അഅ്മാലുൽ ഉബ്ബാദി വൽ മുജാഹിദീന വൽ മുതസദ്ദിഖീന ഫീ സഹീഫത്തിൽ ഉലമാ. ഇസ്ലാമിക ഉമ്മത്തിൽ ആരെല്ലാം നന്മകൾ പ്രവർത്തിക്കുന്നുണ്ടോ, ഒരാൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ സ്വതക്ക ചെയ്യുന്നുണ്ട്, ഒരാൾ ജിഹാദ് ചെയ്യുന്നുണ്ട്, ആരുടെ വാക്ക് കേട്ടുകൊണ്ടാണ്? ഉലമാക്കളുടെ വാക്ക് കേട്ടുകൊണ്ടാണ്. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഉലമാക്കളുടെ ഏടുകളിൽ ഉണ്ടായിരിക്കും. ഒരു ആലിം, ഒരു പണ്ഡിതൻ, അയാളുടെ ഏടുകളിലുള്ളത് അയാളുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് ഇത്ര വലിയ സ്ഥാനം. അവൻ പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ടാണ് മറ്റുള്ളവർ സ്വതക്ക നൽകിയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പണ്ഡിതന്മാർക്ക് വേണ്ടി, ദീനു പഠിക്കുന്നവർക്ക് വേണ്ടി കടലിലുള്ള മത്സ്യം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ആകാശത്തുള്ള പക്ഷികൾ വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, മാളത്തിലിരിക്കുന്ന ഉറുമ്പ് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പണ്ഡിതന്മാർ പറഞ്ഞു, കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നത്? കാരണം മീനിനോടുള്ള ബാധ്യത എന്താണ്? എങ്ങനെയാണ് ഒരു മീനിനോടുള്ള ബാധ്യത? എങ്ങനെയാണ് ഒരു ഉറുമ്പിനോടുള്ള ബാധ്യത? എങ്ങനെയാണ് ഒരു കിളിയോടുള്ള ബാധ്യത? അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് പണ്ഡിതന്മാരാണ്. ഒരു കിളിയെ കുറിച്ചാണെങ്കിൽ അതിന് വെറുതെ ഉന്നം നോക്കാൻ വേണ്ടി ജീവനുള്ള കിളിയുടെ മേലെ ഉന്നം നോക്കാൻ പാടില്ല. അതിനെ അറുക്കുമ്പോൾ വേദനയുണ്ടാക്കാതെ ഏറ്റവും വേഗത്തിൽ ഇറക്കണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അവർ ഇവർക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഉലമാക്കളുടെ സഹീഫയിൽ, അവരുടെ ഏടുകളിൽ എണ്ണമില്ലാത്ത അമലുകൾ ഉണ്ടായിരിക്കും.
അവർ ഈ പറഞ്ഞ വലിയ പദവിയിലെത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഏറ്റവും ഉന്നതമായ പദവി ആഗ്രഹമുണ്ടെങ്കിൽ അവൻ പണ്ഡിതന്മാരുടെ പദവിയിലേക്ക് എത്താൻ ശ്രമിക്കട്ടെ.